നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ശ്രീമതി ശോഭയെ ക്ഷണിച്ചു. മന്ദാരപ്പൂവിലും മഞ്ഞിൻ കണത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തേ, മൺതരിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരുസത്തേ, ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിലൊക്കെയും ചിന്തണി നന്മതൻ തൂവെളിച്ചം, സന്താപമെല്ലാം അകറ്റിയ മാനസേ സന്തോഷ സൗഖ്യങ്ങൾ സഞ്ചിതങ്ങൾ, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകതിർത്തൂവാൻ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. മന്ദാരപ്പൂവിലും മഞ്ഞിൻ കണത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തേ, മൺതരിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരുസത്തേ. സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി ഷെറി സക്കറിയാസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സിസിലി തോമസ് അവറുകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളുടെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ അവറുകൾ, നമ്മൾ ആദ്യ വിൽപ്പന നടക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം സാറാ പി തോമസ് അവറുകൾ, പേരിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ സമൃദ്ധി ഫുഡ് ഗ്രാമ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമത്തിൻ്റെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് എന്നും കാർഷിക മേഖലയാണ്. കാർഷിക മേഖല നല്ല രീതിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ മരുന്നിൻ്റെയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അവൻ്റെ ശീലങ്ങളും അവൻ്റെ ഭക്ഷണ രീതികളും തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ പറ്റി സമഗ്രമായി ആലോചിച്ചിട്ട് തന്നെയാണ് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇപ്രകാരമുള്ള ഒരു കൃഷി സംരംഭ പദ്ധതിയും ടൂറിസം പദ്ധതിയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് ആദ്യമായിട്ട് അവരെ എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ നമ്മളുടെ ഈ ഒരു പദ്ധതി പ്രകാരം ഈ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തി ഇതിൻ്റെ ഒരു തുടക്കമാണെന്നാണ് ഇവിടെ ഒരു ആലോചനാ യോഗം കളക്ടറുടെ അവിടെ കൂടിയ സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഈ തുടക്കം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇതിന് നിങ്ങൾക്ക് വിത്ത് മുതൽ വിപണി വരെയുള്ള എല്ലാ സഹായങ്ങളും തരാനായിട്ടുള്ള വിവിധ പദ്ധതികൾ നമ്മളുടെ സംസ്ഥാന കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെയുണ്ട്. ഈ പദ്ധതികളെല്ലാം കർഷകർക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷിഭവനുണ്ട്. നമ്മുടെ കൃഷി ഓഫീസറും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും ഒരു ടീമായി നിന്നുകൊണ്ട് അത് കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു ഫെസ്റ്റിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങളൊരു നല്ലൊരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചെടുക്കാവുന്നതാണ്. ഇതിനകത്ത് വിവിധ കർഷക ഗ്രൂപ്പുകൾ ഉണ്ടാവുക, അവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ്. എപ്പോഴും പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്കറിയാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഴങ്ങൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഈ പഴം എന്ന് പറയുന്നതിന് അത്രയും ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരു വാഴപ്പഴത്തിൻ്റെ ഒരു സ്റ്റോൾ ഞാൻ കണ്ടില്ല. ഏറ്റവും നല്ല പഴം എന്ന് പറയുന്നത് നമ്മൾ പറയും ആപ്പിളിലെ കിഡ്സ് ഡോക്ടർ എവയെന്ന്. അപ്പോൾ ആപ്പിളാണ് ഏറ്റവും നല്ല ഫ്രൂട്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തത് ബനാന തന്നെയാണ്.
അപ്പം മീൻസ് വാഴപ്പഴത്തിലുള്ള ആ ഒരു പ്രാധാന്യം എന്താണ് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ദിവസവും വാഴപ്പഴം കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ്. അതിൻ്റെ ഒരു വലിയ നിര തന്നെയുണ്ട് വാഴപ്പഴത്തിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ബ്ലഡിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്. ഇങ്ങനെ എല്ലാ മീൻസ് നാനോന്മുഖമായിട്ടുള്ള വിവിധ മീൻസ് ഗുണങ്ങളുള്ള ഒരു പഴമാണ് വാഴപ്പഴം. അതുപോലെ തന്നെയാണ് നമ്മുടെ പൈനാപ്പിള്, ജാക്ക് ഫ്രൂട്ട്, മീൻസ് ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനകത്തൊക്കെ എന്ന് പറയുന്നത് ഈ ഫ്രൂട്ടിനകത്തൊക്കെ പൊട്ടാസ്യം ഉണ്ട്. നമുക്ക് പൊട്ടാസ്യം ബ്ലഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. നമുക്ക് വേണ്ട ഈ മൂലകങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒരു മനുഷ്യന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീൻസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കും, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഷുഗർ, നമ്മൾ എന്താണ് എല്ലാവർക്കും ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയും ആരോഗ്യ ജീവിതശൈലിയും കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ നമ്മൾക്ക് അതിനകത്തുനിന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്ലോ റിലീസായിട്ട് ഷുഗർ നമ്മുടെ ബ്ലഡിലേക്ക് സ്ലോ റിലീസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് എപ്പോഴും പഴങ്ങൾ തന്നെയാണ്. അപ്പോൾ പഴങ്ങൾ അതിൻ്റെ തനതായ രീതിയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് ഇതിൻ്റെ മാഹാത്മ്യമൊക്കെ വിളിച്ച് ഓതുന്ന ഒരു മീൻസ് പ്രോഗ്രാം തന്നെയാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടപ്പിലാക്കുക എന്നുള്ളത്. അപ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിൻ്റെ മീൻസ് ഭാരവാഹികളായിരിക്കുന്നവരോട് എനിക്ക് വീണ്ടും പറയുവാനുള്ളത്, നിങ്ങൾ ഇതുകൊണ്ട് നിർത്തരുത്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. എല്ലാ വീടുകളിലും ഫ്രൂട്ട്സ് ഉണ്ടാക്കുക. നിങ്ങളൊരു വെസ്റ്റ് ഇന്ത്യൻ ചെറി ആണെങ്കിലും മീൻസ് സുർനാൻ ചെറി ആണെങ്കിലും അത് കൊടുക്കുക. അതിൻ്റെ ചെറീസ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. യാതൊരു കെമിക്കലും ഇല്ലാതെ അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. അത് നമ്മളുടെ ജനങ്ങൾക്ക് കൊടുക്കുക, നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുക. നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം നമ്മളുടെ ഈയുടെ പ്രദേശത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 100 കുടുംബത്തിൽ നിന്ന് നോക്കി എന്നാൽ 75 കുടുംബത്തിലെ ആൾക്കാർ UK യിലും US ലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ് ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്ത് ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫുഡ് ഫെസ്റ്റിന് ഇങ്ങനെ നടത്തുന്ന ഇതിനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി സ്വാഗതം പറയുന്നത് ഈ യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സിസിലി തോമസ് അവറുകൾക്കാണ്. എനിക്ക് നേരിട്ട് പരിചയമില്ല, എങ്കിലും വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വൈസ് പ്രസിഡന്റാണ്. മാഡത്തെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 1 മാസമേ ആയുള്ളൂ. ഞാൻ എറണാകുളം ജില്ലാ ഓഫീസറായിട്ട് അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഞാൻ അവിടെ ഞങ്ങൾ എറണാകുളത്ത് ഇതുപോലത്തെ 2-3 ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ വളരെ നല്ലതാണ് ഈ ഫുഡ് ഫെസ്റ്റുകൾ നടക്കുന്നത്. കാരണം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വെക്കാനും അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫെസ്റ്റുകളൊക്കെ. അപ്പോൾ 100% ആത്മാർത്ഥതയോടുകൂടി ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു മഹത് വ്യക്തിയായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ സാറിനെ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ അവറുകളെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ടൂറിസം മാപ്പ് പ്രകാശനം നടത്താനായിട്ട് ഏറ്റിരുന്നത് നമ്മളുടെ കളക്ടറായിരുന്നു. സാറിന് അടിയന്തരമായിട്ടുള്ള ഒരു മീറ്റിംഗ് കാരണം ഇന്ന് വരാനായിട്ട് സാധിച്ചില്ല. സാറിൻ്റെ അഭാവത്തിൽ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം സാറാ പി തോമസ് അവറുകളാണ്. മാഡം ഇതിനു വേണ്ടിയിട്ട് എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. മാഡത്തെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ആശംസകൾ നേടാൻ വേണ്ടി എത്തിയിരിക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ അനീഷ് കുമാർ CS-നെ എല്ലാവരുടെയും പേരിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി LC ക്രിസ്റ്റഫർ അവറുകളെ എല്ലാവരുടെയും പേരിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലതാ ചന്ദ്രൻ അവറുകളെ എല്ലാവരുടെയും പേരിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി
ജെസ്സി മാത്യു അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ലക്ഷ്മി ആർ നായർ അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ടി കെ രാമചന്ദ്രൻ നായർ അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെൻസിൻ കെ രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതീഷ് കെ, അനിത ആർ നായർ, ഷെറിൻ റോയി, അജിത ടി ജോർജ്, സി എസ് ബിനോയ് എന്നീ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാർഷിക വികസന സമിതി അംഗം അഡ്വക്കേറ്റ് ശ്യാം ടി മാത്യു അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർ സോണി, സാമുവൽ തോമസ്, സക്രിയ സി ഗോരു, ഷൈജി ജേക്കബ് തോമസ്, ജോൺ ലൂക്കോസ് തുടങ്ങിയ കാർഷിക വികസന സമിതി അംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ വികാരി റവറൻഡ് ഫാദർ ആന്റണി അച്ഛനെ ഈ വേദിയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി എ സുബൈർ കുട്ടി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അനിൽകുമാർ പി എൻ അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവല്ല ബ്ലോക്ക് ADIO സ്വപ്ന ദാസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നാന്മൂലമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകുകൊണ്ടിരിക്കുന്ന സെക്രട്ടറി സുമേഷ് കുമാർ വിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് റോഡ്നി നിക്കോളാസ് പെരേരയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്ത നമ്മളുടെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനീനയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫ്രൂട്ട്സ് എല്ലാം. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ എന്ത് പ്രോജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്യൂട്ടി ഡയറക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രോജക്റ്റ് നോൺ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുള്ള എല്ലാ മേഖലയിലും നമ്മൾ ധനസഹായം കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഡെപ്യൂട്ടി ഡയറക്ടറെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സഹായവും നമുക്ക് നൽകുന്നതാണ്. അതുപോലെ നമ്മളുടെ ഈ യോഗത്തിൽ ഈ പ്രോഗ്രാം ഓടി നടന്ന് ചെയ്യുന്ന തോട്ടപ്പുഴശ്ശേരിയുടെ കൃഷി ഓഫീസർ ലതാ മേരി തോമസ്, നമ്മൾ കൃഷിക്കാരെ ഒന്നായിട്ട് നിർത്തി കൃഷിക്കാർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യണം എന്നുള്ള ഒരു നല്ല മനസ്സോടുകൂടി നടത്തുന്ന ലതാ മേരി തോമസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ യോഗത്തിലേക്ക് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഓരോ സംരംഭകരുണ്ട്. അപ്പോൾ ഈ സംരംഭകർ എല്ലാവരും അവരുടെ പ്രോഡക്ട്സ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംരംഭകരെ എല്ലാവരെയും ഒരു ഹാർദവമായ കയ്യൊടിയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇതിലെത്തിയിരിക്കുന്ന മറ്റ് എൻ്റെ കർഷക സുഹൃത്തുക്കൾ, വേറെ മറ്റ് എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് തോട്ടപ്പുഴശ്ശേരി സമൃദ്ധി കർഷക സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ CPA യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനമുള്ള തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ സാർ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം സാറ ടീച്ചർ, ബ്ലോക്ക് മെമ്പർ ശ്രീമതി LC ക്രിസ്റ്റഫർ, നമ്മുടെ ആന്റണി അച്ഛൻ, സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി ഷേർലി സക്കറിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലതാ ചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി മാത്യു, വാർഡ് മെമ്പർമാരായ ലക്ഷ്മി ആർ നായർ, 7ാം വാർഡ് മെമ്പർ റെൻസിൻ കെ രാജൻ, നമ്മുടെ കൃഷി ഓഫീസർ ലതാ മാഡം, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷക സംഘ അംഗങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്നവർ, വേദിയിലും സദസ്യമായിരിക്കുന്ന ഏവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്.
തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സമൃദ്ധി ഫ്രൂട്ട് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പ്, വ്യവസായം, ടൂറിസം വകുപ്പുകളുടെ സഹകരണത്തോടെ സമൃദ്ധി കർഷക സംഘം സംഘടിപ്പിക്കുന്ന സമൃദ്ധി ഫ്രൂട്ട് ഫെസ്റ്റ് അത് ഇന്നിവിടെ നടക്കുകയാണ്. സ്വാഗതം ആശംസിച്ചപ്പോൾ മാഡം കൃത്യമായ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. 3 ദിവസമായിട്ട് ഇന്നും നാളെ മറ്റന്നാളുമായിട്ട് നടത്തുകയാണ്. നമുക്കറിയാം, ഫ്രൂട്ട്സ് നമ്മുടെ നിത്യജീവിതത്തിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാൻ എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഫ്രൂട്ട്സ് അതിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സുകളുമുണ്ട്. നമുക്ക് പല തരത്തിലുള്ള വൈറ്റമിൻസ് തരുന്ന ഫ്രൂട്ട്സുകളുമുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ പലയിടത്തുനിന്നും നമുക്കറിയാം. വട്ടവട ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു നല്ല ഫ്രൂട്ട്സുകൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സുകളും ഇവിടെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് അതുപോലെ ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ ചെടികൾ എല്ലാ പിന്നെ അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ, എല്ലാ സാധനങ്ങളും ഇന്ന് പല സ്റ്റാളുകളിലായിട്ട് നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഗ്രാമം അതല്ല ഫ്രൂട്ട് ഫെസ്റ്റ് സംഘടിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കൃഷി ഓഫീസറും നമ്മുടെ കാർഷിക വികസന സമിതി അംഗങ്ങളും കുറച്ച് ദിവസമായി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ കാണുന്നതാണ്. ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഇവിടെ നടക്കുന്ന ഈ ഫ്രൂട്ട് ഫെസ്റ്റ് തീർച്ചയായിട്ടും 3 ദിവസം എല്ലാവർക്കും നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വാസമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം. എനിക്ക് 11 മണിക്ക് ചങ്ങനാശ്ശേരി ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ ഉടനെ പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. ഇത് 3നും കൃഷിക്കാരന് ആവശ്യമാണെന്ന് നമുക്കറിയാം. കൃഷിക്കാരനില്ലാതെ ഫുഡില്ല, നമ്മളിട്ടിരിക്കുന്ന വസ്ത്രമില്ല, നമ്മുടെ താമസ സൗകര്യം. തീർച്ചയായിട്ടും ആ ഫുഡിനെ തന്നെ ഒത്തിരിയേറെ മനോഹരമാക്കി മാറ്റുന്നത്, സ്വാദിഷ്ടമാക്കി മാറ്റുന്നത് ഫ്രൂട്ട്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലൊരു സംഭവം ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചതിനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുമൂലം ഈ ഒരു പ്രദേശം കൂടുതലായിട്ട് ഉണരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നടത്തുന്നു. നന്ദി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സിസ്ലി തോമസ്, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം, അതുപോലെ ടൂറിസം വകുപ്പ് പ്രകാശനം ചെയ്യുന്ന ശ്രീമതി സാറ പി തോമസ്, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി ഷെർലി സക്കറിയാസ്, പ്രിയപ്പെട്ട തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ
ശ്രീമതി ലതാ ചന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ജെസ്സി മാത്യു, 8ാം വാർഡ് അംഗം പ്രിയപ്പെട്ട ശ്രീമതി ലക്ഷ്മി ആർ നായർ, 7ാം വാർഡ് മെമ്പർ ശ്രീ റിൻസിൽ കെ രാജൻ, ശ്രീ അഡ്വക്കേറ്റ് ശ്യാം ടി മാത്യു, ജില്ലാ വ്യവസായ കേന്ദ്ര ഓഫീസർ ശ്രീ അനിൽകുമാർ സാറ്, പ്രിയപ്പെട്ട ഫിലിപ്പ് കുര്യൻ, സമൃദ്ധി കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ, പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ശ്രീമതി ലതാ മേരി തോമസ്, ശ്രീ സക്കറിയ സി പോലൂർ, ശ്രീ ഷൈനി ജേക്കബ് തോമസ്, ശ്രീ പി ഐ സുമൈർകുട്ടി, ശ്രീമതി സ്വപ്നദാസ്, തോട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീ സുമേഷ് കുമാർ, പ്രിയപ്പെട്ട ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാർഷിക വികസന സമിതി അംഗങ്ങൾ, ഈ ഫുഡ് ഫെസ്റ്റിവലിന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കൃഷിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ കൃഷി ഓഫീസോട് പറയുകയായിരുന്നു, ഒരു ജ്യൂസ് കുടിച്ചിട്ട് തുടങ്ങാം ഇത് ഞാൻ പറഞ്ഞത്, ജ്യൂസ് അയച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തോട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമൃദ്ധി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഫ്രൂട്ട് ഗ്രാമം പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന മാംഗോസിന് തുടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ ഇപ്പം നമ്മുടെ മുന്നിൽ കാണാൻ വിവിധ തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അടക്കം നമ്മുടെ മുന്നിൽ നിരവധി പഴവർഗ്ഗങ്ങൾ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവയുടെയൊക്കെ വിപണന സാധ്യതകൾ കണ്ടെത്തി തോട്ടപ്പള്ളി പഞ്ചായത്ത് പ്രദേശത്തുള്ള കൃഷിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്കൊക്കെ തന്നെ സഹോദരിമാർക്കൊക്കെ തന്നെ അവർക്ക് ആവശ്യമായ പരിരക്ഷ നൽകുന്നതിനും അതുപോലെ നമ്മുടെ മേഖലയിൽ തന്നെയല്ല നമ്മുടെ കേരളം ഒട്ടാകെ തന്നെ അഭ്യസ്തവിദ്യരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കൊക്കെ തന്നെ തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ സമൃദ്ധി ഫ്രൂട്ട് ഗ്രാമ പദ്ധതി. തോട്ടപ്പള്ളി പോലുള്ള ഒരു പഞ്ചായത്തിൽ ധാരാളം സാധ്യതകളുള്ള അനന്തമായ സാധ്യതകളുള്ള ഒരു പഞ്ചായത്തിന് ഇങ്ങനെയുള്ളൊരു മേള സംഘടിപ്പിക്കുന്നത് വളരെ വിജയകരമായി തന്നെ ഇത് നമ്മുടെ ഈ നാട്ടിലും അതുപോലെ പരിസരത്തുള്ളവരൊക്കെ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ നമ്മുടെ ഈ സ്റ്റാളുകളൊക്കെ തന്നെ. ഇന്നും നാളെയും മറ്റന്നാളായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫ്രൂട്ട് ഫെസ്റ്റിവൽ വളരെ വിപുലമായി തന്നെ ഇപ്പൊ പഴയ സ്റ്റാളുകൾ ഇനിയും വരാനുണ്ട്. പലരും നമ്മളോട് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളോട് വരുന്നുണ്ടെന്ന് പറയുന്നത് അവരൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ ജോലി ചെയ്യും. അപ്പൊ ഇത് വിജയകരമായി നടത്തി നമ്മുടെ എക്സോട്ടിക് ഫുഡ് ഗ്രാമ പദ്ധതി പൂർണ്ണതോതിൽ വിജയിപ്പിക്കുന്നതിന് അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് സമൃദ്ധി കർഷക സംഘവും തോട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്തും ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ വിവിധങ്ങളായ പ്രദേശങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചരൽക്കുന്നുണ്ട്, പ്രമാണത്തുപാറയുണ്ട്, ഇപ്പൊ നമ്മുടെ മാനവ കൺവെൻഷൻ നടക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഈ മേഖല, ആറന്മുള ജലോത്സവം നടക്കുന്ന പ്രദേശമാണ്. അങ്ങനെ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ് തോട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. അപ്പൊ അതിനെയൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് ടൂറിസത്തെയും കൃഷിയെയും വ്യവസായത്തെയും ഒക്കെ ഓർത്തിണക്കിക്കൊണ്ട് വളരെ അനന്ത സാധ്യതകളുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ എക്സോട്ടിക് ഫ്രൂട്ട് ഗ്രാമ പദ്ധതി. ഇതിന്റെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ തന്നെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടറുമായി ഞങ്ങളൊക്കെ യോഗം കൂടിയിരുന്നു, കളക്ടറുമായി.
അദ്ദേഹം വളരെ മുൻകൈ എടുത്തുകൊണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ജില്ലയിൽ തന്നെ സജീവമായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു, ജില്ലാ വ്യവസായിക ഓഫീസറും സമൃദ്ധി കർഷക സംഘത്തിന്റെ ഭാരവാഹികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വളരെ വിപുലമായ രീതിയിൽ ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിന്, ഈ പദ്ധതി വിജയകരമാക്കുന്നതിനൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സമൃദ്ധി കർഷക സംഘവും ഞങ്ങളും ഒക്കെ ചേർന്ന് തോട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്തൊക്കെ ചേർന്ന് ചർച്ച ചെയ്ത് മുന്നോട്ടുള്ള ഇതിന്റെ പ്രയാണത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും പ്രിയപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം പത്തനംതിട്ടയിൽ വിവിധങ്ങളായ സമരങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്, കളക്ടറേറ്റിന് മുന്നിൽ സിവിൽ സ്റ്റേഷന് മുന്നിലൊക്കെ തന്നെ. അതുകൊണ്ട് അദ്ദേഹം ഇന്നിവിടെ എത്തും, ഈ 3 ദിവസം നടക്കുന്ന ഈ ഫുഡ് ഫെസ്റ്റിവലിൽ എത്തിച്ചേരും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ 3 ദിവസമായി നടക്കുന്ന ഈ ഫുഡ് ഫെസ്റ്റിവലിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ വ്യക്തികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തോട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, സമൃദ്ധി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിന് എല്ലാവിധ അനുമോദനവും അർപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.